അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ശാലുമോളും മക്കളും ഒക്കെ നാട്ടിലെത്തിയിട്ടുണ്ട്. ശാലുമോള് ഈ വർഷം, അതായത് മാർച്ച് വരെ നമ്മുടെ നാട്ടിൽ കാണും. അപ്പം അവൾ BBA കഴിഞ്ഞിട്ടാണ് കുവൈറ്റിൽ നിന്ന് സൗദിയിലേക്ക് വന്നത്. അപ്പോൾ അവൾക്കിപ്പോൾ ഒരാഗ്രഹം, ഒരു കോഴ്സും കൂടി ചെയ്യണമെന്ന്. അപ്പോൾ നാട്ടിൽ വന്ന് കഴിയുമ്പോൾ മക്കളുടെ പഠിത്തം ഒരു വർഷം നഷ്ടപ്പെട്ടു പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് മക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്കൂളിൽ ചേർത്തു. 1-ാം തീയതി മുതൽ നമ്മുടെ സിയമോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളും നമ്മുടെ ശാലു മക്കളും വന്ന കുറച്ച് വിശേഷങ്ങളും എല്ലാം നമുക്ക് കാണാം. നമുക്ക് രാവിലെ ഒരു കട്ടൻ ചായയിലാണല്ലോ തുടക്കം. നമ്മുടെ ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട്, ഞണ്ടും കരിമീനും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പുറത്ത് അതെല്ലാം വെട്ടുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ രാവിലെ സിയമൊക്കെ നമ്മൾ കൊണ്ടുവിടുവാണേ. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മണിയൊക്കെ 9:30 ആയിട്ട് പോയാൽ മതി. അപ്പോൾ ഞാൻ ബീഫ് ഇരുന്നത് വേഗം ഒന്ന് കറി വയ്ക്കുകയാണ്. മസാലപ്പൊടികളെല്ലാം നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ സെപ്പറേറ്റ് വറുത്തിട്ട് അത് ഇതിൻ്റെ അകത്ത് തട്ടിയിട്ട് റെഡിയാക്കിയതാണ്. കുറച്ച് ചിക്കൻ കാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തൊന്ന് വേവിച്ച് മസാലയൊക്കെ ചേർത്ത് ഇച്ചിരി വെള്ളവും വെച്ചിട്ട് വേവിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതും ഒന്ന് പൊരിച്ച് ചപ്പാത്തിയും അല്ലെങ്കിൽ അപ്പവും ഉണ്ട്, ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ കഴിക്കട്ടെ. അപ്പോൾ നമ്മളതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉമ്മക്കുട്ടിയൊന്നും വീഡിയോ എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഉമ്മ പുറത്ത് ഞണ്ടും പിന്നെ കരിമീനും ഒക്കെ റെഡിയാക്കുന്നു. അപ്പോൾ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി. സിയമോക്ക് രാവിലെ പാല് വേണ്ട, അവൾക്ക് പിന്നെ ഛർദ്ദിക്കും. അപ്പോൾ അതുകൊണ്ട് മോന് മാത്രം മതി, അവന് പാലും ഒക്കെ കാച്ചി. ഇനി നമ്മൾ ചപ്പാത്തിയൊക്കെ ചുടുകയാണ്. നമ്മൾ എലൈറ്റിൻ്റെ ചപ്പാത്തിയാണ് കേട്ടോ, നല്ല സൂപ്പർ ചപ്പാത്തിയാണ്. നന്നായിട്ട് പൊള്ളി വരികയും ചെയ്ത് നല്ല മയോ. ഇപ്പോൾ ഇച്ചിരി നെയ്യ് തൂക്കട്ടെ. ശാലക്കുട്ട ഇച്ചിരി നെയ്യ് അങ്ങോട്ട് തൂത്തേ. ഇവിടെ ശാലുക്കുട്ടനാണ് ഇന്നത്തെ പാചകവാദം. ഇങ്ങോട്ട് തിരി. നമുക്ക് ദോശയും ചുടാം. പിള്ളേർക്ക് വേണമെങ്കിൽ ദോശ വേണേൽ ദോശ തിരിവാക്കിയേക്കാം. എനിക്കേട്ടോ ഒരു വഴിക്ക് പോന്നേ താഴെ പോയെന്ന് തോന്നുന്നു. ഇതൊരു സോഫ്റ്റാന്ന് പറഞ്ഞ ഈ ചപ്പാത്തി. അടുത്തതിട്ടോ ചായക്ക് ഇച്ചിരി. അപ്പോൾ ഞാൻ ഇതും കൂടി ഒന്ന് പുറത്തോട്ട് കൊണ്ട് കൊടുത്തേച്ച് വരട്ടെ മോളെ. നീ അടുപ്പി കിടക്കുന്നത് നോക്കണേ, ഇച്ചിരി ചായ ഇട്ട് കുടിക്കണേ. പിന്നെ ഞണ്ട് വേഗമല്ലേ വെട്ടാൻ. അവിടെ കരിമീൻ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇതുകൂടെ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇത് നമ്മളിന്ന് എടുക്കുന്നില്ല, ഇതെല്ലാം കൂടെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതങ്ങ് വെട്ടി ഫ്രീസറിലേക്ക് വെക്കാൻ നമുക്ക് നാളെ എടുക്കാമല്ലോ. ഇത് ഞണ്ട് പൊരിക്കണം കേട്ടോ, നല്ല സൂപ്പറാണേ. ഞണ്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് പൊരിച്ചെടുത്ത് കഴിക്കണം. പക്ഷേ ഇതിപ്പം റോസ്റ്റേ നടക്കത്തുള്ളൂ. കൊച്ചു പിള്ളേർക്ക് റോസ്റ്റാണ്. പിള്ളേർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരക്കല്ലേ, നമുക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും ഇപ്പോൾ സമയം എനിക്ക് കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ. ശാലുക്കുട്ടൻ്റെ ചായ കുടിക്കാൻ പോവാം. ചായ ചായ കുടിച്ചോ. ചൂട് അപ്പോൾ നമ്മൾ കുറച്ച് ചപ്പാത്തി ചുട്ടു. ഇനി നമുക്ക് കുറച്ച് അപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു, ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ അപ്പത്തിൻ്റെ മാവ് എടുത്ത് കുറച്ച് അപ്പവും കൂടി അങ്ങ് ചൂടാം. മറ്റേ ചട്ടി എടുത്ത് അപ്പച്ചട്ടി എടുത്തിട്ട് ചുറ്റിക്കുകയൊക്കെ വേണ്ടി, ഇതാകുമ്പോൾ എളുപ്പമല്ലേ. ഈ ചട്ടി നല്ല ചൂടല്ലേ, അപ്പോൾ പിന്നെ വേറെ ചട്ടി എടുക്കണ്ട. നമ്മുടെ അപ്പം മാവ് ദൊപ്പമായിട്ട് നമ്മൾ ചുടുകയാണേ. കൊടുക്കാം. എൻ്റെ ശാലുക്കുട്ടനും എൻ്റെ സുലുക്കുട്ടനും സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരാളിന് ദോശ വേണം, ഒരാളിന് അപ്പം വേണം. അപ്പോൾ 2 ചട്ടി വെക്കുന്ന എളുപ്പത്തിന് ഞാൻ ദോശ ചുട്ട ആ ചട്ടിക്കകത്ത് തന്നെ അപ്പത്തിൻ്റെ മാവ് കോരി ഒഴിച്ചു വിടും. അതിന് ശാലു അന്നിട്ട പേരാണ് ദൊപ്പം. ദോശയുടെ ദോയും പിന്നെ അപ്പത്തിൻ്റെ പോനെ ദൊപ്പം എന്നാക്കിയേ. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ ചട്ടി വെച്ച് ഇങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ട്, ഒന്ന് പൊരിച്ചെടുക്കട്ടെ. നല്ല അടിയം വേവിച്ച് വറ്റിച്ചെടുത്തത് കേട്ടോ. ഇച്ചിരി ചിക്കൻ മസാലയും മുളക് പൊടി, ഒരല്പം മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ പുരട്ടിയിട്ട് ഇച്ചിരി കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുത്തപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാനുള്ളത് നമ്മൾ എങ്ങനെ പൊരിച്ചെന്ന് പറഞ്ഞാലും ഇച്ചിരി വേവിച്ചിട്ടെടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മുടെ അപ്പം ഇപ്പുറത്ത് കുറച്ച് ചപ്പാത്തി ചുട്ടു, കുറച്ച് ദൊപ്പം ചുട്ടു. ദൊപ്പം അപ്പമല്ല, ദൊപ്പം. അതാണ്ട ഇതിലും കുറച്ച് ചൂടോടെ ചുട്ട് വെച്ചു. പിന്നെ അതിലും എടുത്തു. ബീഫ് നല്ല സൂപ്പറായിട്ട് വെന്തു. 8-10 അടി അടിച്ച്. സിയമോളെ വാടച്ചക്കരെ
വായോ വായോ. ഉമ്മ മീൻ വെട്ടിക്കഴിഞ്ഞെങ്കിൽ നീയും വാടി വാ. ഇപ്പോ വല്ല കഴിക്കട്ടെടി പൊന്നെ, ഇങ്ങനെ നടന്ന് കളിച്ചാ മതിയോ? കേട്ട് നോക്കിയേ, ചപ്പാത്തി മതിയോ എന്റെ പൊന്നിന്? അല്ലേ മോനെ, കുഞ്ഞിന് ഇച്ചിരി കറി. അതൊന്നും കുഴപ്പമില്ല, ഏതായാലും മോൾ സിയമോൾ അങ്ങോട്ട് അപ്പുറത്തെ കസേരയിലോട്ട് ഇറങ്ങിയിരുന്നു. അല്ല ശാലമ്മ ഇഞ്ഞു പാടി. സനുകുട്ടൻ ഇങ്ങോട്ട് നീക്കട ചക്കരെ. അത് ഇപ്പൊ കൊള്ളോ? എങ്ങനെയുണ്ട് ഇവിടെ ചിക്കൻ പൊരിച്ച? എങ്ങനെയുണ്ടടാ? ഓ ഞാൻ കൊണ്ട് വേണോ? ഓ സനുകുട്ടോ, എങ്ങനെയുണ്ട് ഉമ്മയുടെ ചിക്കൻ പൊരിച്ച? എങ്ങനെയുണ്ട്? കഴിച്ചില്ല. ബീഫ് എങ്ങനെയുണ്ട്? ബീഫ് കറി കൊള്ളാം. ഓ അവരും കൂടെ വേണമായിരുന്നില്ലയോ? കമ്പയും മക്കളും. എന്റെ പൊന്നെ തലേന്ന് കൈ എടുക്കുക കണ്ണ. ആ കൈഞ്ഞ് താഴെ. അപ്പം കൂടെ എടുത്ത് കഴിക്കണേ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്പം കൂടെ ഉണ്ടാക്കിയത് കേട്ടോ. പറ്റത്തില്ല. ഫുഡ് കഴിക്കുന്നതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ശാലമ്മയ്ക്ക് എന്തോ വേണ്ടേ? ചപ്പാത്തിയാണ് അപ്പമാണ്? ആ ചപ്പാത്തിയും കൂടെ ഇടും. ഉണ്ട്, ചപ്പാത്തിയും ഉണ്ട്, അപ്പം ഉണ്ട്. ഇഷ്ടമുള്ള ഇടും. ഉമേ എടി മതി, ഇനി പിന്നാട്ടാ. ബാക്കി കൈ കഴുകിയിട്ട് വാ, കഴിച്ചിട്ടാവട്ടെ, പിന്നെ ബാക്കി ചെയ്യാം. മോന് പാല് അരിക്കണോ പിന്നെ? അതെ. നമ്മളാ ഇതങ്ങോട്ട് പോയി. അവിടെ സ്ഥലമില്ല അല്ലേ? കുറച്ച് പഴുത്ത മാങ്ങ കൂടി തിന്നു കുട്ടികളെ. റംബുട്ടാനും മാങ്ങായി വെക്കാം മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞു വെച്ച്. മക്കൾക്ക് ഇതൊന്നും വേണ്ട. സിയ ഉമ്മയും വാപ്പാപ്പായും അയ്യോ എന്റെ മക്കള് വന്നിട്ട് കഴിക്കുകയെന്ന് പറഞ്ഞോണ്ട് കാത്തു കെട്ടി റംബുട്ടാൻ കഴിച്ചോ? സിയ അമ്മ രാത്രി തന്നെ റംബുട്ടാൻ കഴിച്ചായിരുന്നോ? പൊന്ന് കഴിച്ചോണം. വെറുതെ അമ്മയൊക്കെ കാത്തു വെച്ചിരുന്ന എന്റെ മക്കൾക്ക് വേണ്ടിട്ട്. കറി കൊടുക്കന്റെ മോന്. ശാൽമോള ഇച്ചിരി കറിയും കഴിച്ചേ. മതി വേണ്ട. അയ്യോ ഓക്കെ എന്നാ മാങ്ങ തന്നെ. മാങ്ങ അപ്പൊ ഞാനും കൂടി തിരി കഴിക്കുകയാണ്. എന്റെ പൊൻ, അയ്യോ അത് കഴിച്ചില്ല. ഒന്ന് ഇതുകൂടെ കഴിച്ചു എന്റെ മോനും. എനിക്ക് കാലത്ര പിടുത്തമല്ല. എനിക്കിഷ്ടമല്ല കാല്. ചിക്കൻ്റെ കാല് എനിക്കിഷ്ടമല്ല. ഉമ്മയ്ക്ക് ഈ നെഞ്ചിന്റെ ഭാഗമുണ്ട്, നമ്മുടെ കൈയുടെ ഈ ഭാഗമാണ് നല്ലതായിട്ട് വെന്തു. അപ്പം നമ്മൾ ഉമ്മക്കുട്ടി ഞണ്ടെല്ലാം വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ച് അവൾ കഴിക്കാനിരിക്കുന്നു. കരിമീനൊക്കെ വെട്ടിയെടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം കൂടെ എടുക്കണ്ടല്ലോ, നമുക്ക് കരിമീൻ ഇന്നെടുത്ത് പിള്ളേർക്ക് കുറച്ച് പൊരിച്ചു കൊടുക്കാം. ഇത് നാളെ എടുക്കാം. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഇന്ന് എൻ്റെ സിയമോടെ സ്കൂൾ തുറപ്പാണ്. സനുക്കുട്ടൻ സിയയെ കൊണ്ടുവിടാൻ പോകുന്നത്. സനുക്കുട്ടന് 4-ാം തീയതിയാണേ. അപ്പോൾ അതാ രണ്ടുപേരും കൂടെ സ്കൂളിൽ പോകാനായിട്ട് വരികയാണ്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. പിന്നെ സനുക്കുട്ട നാട്ടിൽ എത്തിയപ്പോൾ സന്തോഷമായോ എൻ്റെ പൊന്നിന്? എൻ്റെ ശാലമ്മതാ വരുന്നു. സിയമോളെ കൊണ്ടുവിടാൻ പോകുന്നു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ശാലിക്കുട്ടനും മക്കളും കുറച്ച് നാളിവിടെ കാണും, നാട്ടിൽ കാണും.
ഒരു മാറ്റം. ആ അപ്പോൾ പോയിട്ട് വാ. ഞാൻ പോകുന്നില്ല, കാരണം എനിക്ക് ഇച്ചിരി ജോലിയുണ്ട്. എൻ്റെ അടുക്ക സനുക്കുട്ടൻ പറഞ്ഞു എൻ്റെ ഉമ്മി ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ, ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോ പോയി കണ്ടിട്ട് വാ. ഉമയമ്മയുണ്ട് പൊന്നെ എനിക്ക് കൂട്ടിന്. വണ്ടി കയറിയിട്ട് ഇടാൻ പൊന്നെ, കയറിക്കോ, ഫ്രണ്ടിൽ കയറിക്കോ. സൈനിക്കുട്ടൻ അല്ലെ ശാലുമോളങ്ങ് ഫ്രണ്ടിൽ കയറിക്കോ. ഉമ്മി അടച്ചു തന്നോളാം. ഉമ്മി പറഞ്ഞിരുന്ന ഉമ്മി ഇട്ട് തരത്തില്ലായിരുന്നു എൻ്റെ പൊന്നിന്. സ്വയം പര്യാപ്തനായി. ടാറ്റാ. സമാധാനമായി പോയി. മമ്മി ഇവിടെ സുരക്ഷിതയായിട്ടിരിപ്പുണ്ട്. ഉമ്മി ഒറ്റയ്ക്കേ ഉള്ളു, അതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന്. കണ്ട വാപ്പാപ്പ സന്തോഷവാനാണ്. വാപ്പാപ്പ പോയിട്ട് വാ. ടാറ്റാ. ഒരു ഉമ്മ എന്നില്ല അമ്മയ്ക്ക്. പോയിട്ട് ടാറ്റാ, ബൈ ബൈ. പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ട് വാ പിന്നെ. ആ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോയതിന് ശേഷം ഞാനും ഉമ്മക്കുട്ടിയും കൂടെ കപ്പ ഇരുന്നത് കുറച്ച് പുഴുങ്ങി. പക്ഷേ ശാലും സുലും ഒക്കെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, റുക്കമ്മയൊക്കെ വന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് 2-3 മൂട് കാച്ചിൽ ഞങ്ങൾ മരത്തിൻ്റെ ചുവട്ടിൽ സൂക്ഷിച്ചിട്ടിരുന്നു കേട്ടോ. പഴമൂടാ, കഴിഞ്ഞ വർഷത്തതാണ്. അപ്പോൾ അതങ്ങ് മാന്തി എടുക്കാൻ പോവുകയാണേ. അപ്പോൾ മണ്ണിളകി കിടക്കുന്നുണ്ട്, എളുപ്പം വരുന്നുണ്ട്. 2-3 ദിവസം കൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു, മഴ ഇവിടെ കുറവായിരുന്നു. എന്തായാലും ഉമ്മക്കുട്ടി ഇന്ന് നല്ല ആയിട്ട് മാന്തി എടുക്കുക കേട്ടോ. അപ്പോൾ താഴോട്ട് ചെല്ലുമ്പോഴാണ് അറിഞ്ഞത് നല്ല വലിപ്പമുള്ള കാച്ചിലാണ്. കാരണം കഴിഞ്ഞ വർഷത്തല്ലേ, 1 വർഷം കഴിഞ്ഞതല്ലേ. അപ്പോൾ നമ്മളതൊന്ന് മാന്തി എടുത്ത് കുറച്ചൊന്ന് പുഴുങ്ങി എടുക്കുകയും കൂടെ ചെയ്യാമല്ലോ. സ്റ്റൂളിട്ട് ഇരുന്ന് ചെയ്യോ, എനിക്ക് വയ്യ. മുടിഞ്ഞ സൗകര്യമോ അളിഞ്ഞ ചുറ്റുപാടുവാ. ഞാൻ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന നമ്മൾ പച്ചക്കറിയുടെ കൂട്ടത്തിൽ കിടക്കത്തില്ലേ ചേന, ചില സമയത്ത് ആ ചേന വേഗത്തില്ല നമ്മൾ സാമ്പാറിലൊക്കെ ഇട്ടാൽ. ഞാനത് അങ്ങനെ എടുക്കത്തില്ല കേട്ടോ. അത് അതുപോലെ കൊണ്ടുവന്ന് മണ്ണിൻ്റെ അകത്തോട്ട് അങ്ങ് കുഴിച്ചു വെക്കും. പക്ഷേ അത് അടുത്ത ട്രിപ്പ് ഉണ്ടായി വരുന്നത് നന്നായിട്ട് നല്ല വെണ്ണ പോലെ വേകുന്ന ചേനയായിരിക്കും. അതുപോലെ തന്നെ കാച്ചിൽ എപ്പോൾ വാങ്ങിച്ചാലും അതിൻ്റെ മുകൾ ഭാഗത്തെ ആ മുടി ഭാഗമെന്നാണ് ഞങ്ങളിതിന് പറയുന്നത്. അത് അത്രയും കട്ട് ചെയ്തിട്ട് പൂവരശിൻ്റെയോ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ച് കരിയിലയും ചാമ്പലും ഒക്കെ കൂടെ വാരിയിട്ടിട്ട് അതിൻ്റെ ചുവട്ടിൽ തന്നെ അങ്ങ് നട്ടിട്ടേക്കും കേട്ടോ. അത് എപ്പോഴായാലും അങ്ങനെ തന്നെ ചെയ്യുന്നത്. 1 വർഷം നമ്മൾ പറിക്കാതിരുന്നാൽ നമുക്ക് വലിയ കാച്ചിൽ പറിച്ചെടുക്കാം. അതാ ഇപ്പം നമ്മുടെ ഉമ്മക്കുട്ടി നല്ല വലിപ്പമുള്ള കാച്ചിൽ പറിച്ചു. എൻ്റെ പൊന്ന് തന്നെ ആടുവാണോടി. ചരിവുണ്ടോ പൊന്ന? ഇങ്ങോട്ട് ചരിഞ്ഞാണോ ആടുന്നത്? നേരെ വരത്തില്ല അല്ലയോ? സന്തോഷമായോ? വന്നപ്പോഴേ ചോദിച്ചില്ലേ ഊഞ്ഞാലെവിടെ? ഇച്ചിരി ചാരിയിരി, പുറകോട്ട് ചാരിയിരി, അപ്പം അതിങ്ങോട്ട് വരത്തില്ല. കയറിയിരിക്കുമ്പോൾ കാല് കുത്തി മേളോട്ട് കയറിയിരിക്കും പൊന്ന്. കാല് കുത്തിയിട്ട് ഇച്ചിരി കൂടെ മേളോട്ട് കയറിയിരുന്നിട്ട് അങ്ങ് ചാരിക്കടാ. യാ അങ്ങനെ. ആ കൊതുകൊണ്ടോടി എൻ്റെ പൊന്നിനെ, കൊതുക് കടിക്കല്ലേടി? ഇല്ല. അപ്പോൾ പിള്ളേരൊക്കെ തിരികെ വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ചോറ് കഴിക്കാം. നമ്മുടെ ഉമ്മക്കുട്ടി മീനൊക്കെ പൊരിച്ച്, നമ്മുടെ കേര മീനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കുറച്ച് പൊരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ചെറുപ്പത്തിലേ ഈ ഇളയ സഹോദരങ്ങൾക്ക് ഞാൻ വാരി ഫുഡ് ഉരുട്ടി ചോറായാലും കുറുക്കായാലും ഒക്കെ കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം തന്നെ ഈ മക്കൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ വളർത്തിയതും അങ്ങനെ തന്നെ. അവരെ വാരി കഴിക്കാൻ എൻ്റെ മോനെ അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. 10-12 വയസ്സ് വരെയും ഞാൻ വാരി കൊടുത്ത് വളർത്തിയതാണ്. എൻ്റെ അനിയത്തി ഉണ്ടായിരുന്നു, അവളായിരുന്നു സ്ഥിരം മോന് ചോറ് വാരി കൊടുക്കുന്നത്. ഞാനും അതുപോലെ തന്നെ. അപ്പോൾ ഇപ്പോഴും എൻ്റെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞു മക്കൾക്ക് ചോറ് വാരി കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ശാലു അതേ റുക്കു അതേ ഇപ്പോഴും വായും തുറന്നു വരും. നമ്മൾ ചോറ് ഉരുട്ടി കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. അപ്പം നമുക്കും ഇഷ്ടമാണല്ലോ. അപ്പം ഞാൻ എൻ്റെ സിയമോളെ
സാനിക്കുട്ടന് എന്താ ചോറ് വാരി കൊടുക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അവരെ നമുക്ക് വല്ലപ്പോഴും അല്ലേ കിട്ടത്തുള്ളൂ. ആ കിട്ടുന്ന സമയത്ത് നമ്മുടെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കാമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അത് തന്നെയല്ല, നമ്മുടെ അടുക്ക വന്ന് നിൽക്കുമ്പം എനിക്ക് മക്കൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഞാൻ ശാലു എന്നെ വഴക്ക് പറയും, ഉമ്മേ അവരുടെ തടിയൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നാട്ടിൽ കൊണ്ടുവന്നത് തന്നെ. സാനിക്കുട്ടൻ്റെയൊക്കെ തടി കുറച്ചൊന്ന് കുറയ്ക്കണം. പ്രത്യേകിച്ച് എൻ്റെ തടി. ഉമ്മി എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കല്ലേ, എനിക്ക് കുറച്ച് തടി കുറയ്ക്കണം, എനിക്ക് ഒരുപാട് വണ്ണമായി. അങ്ങനെ ജിമ്മിലൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ. ഞാൻ പറഞ്ഞില്ലേ, അവളൊരു കോഴ്സ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. അതുപോലെ തന്നെ ഡ്രൈവിങ് പഠിച്ച് ഇന്നോവ വരെ ഓടിച്ചവളാണ്. ഇപ്പോൾ ഒരു മടിയാണ് വണ്ടി എടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് കൈയൊക്കെ ഒന്ന് തെളിഞ്ഞ് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് അവിടെ ചെന്നിട്ട് ലൈസൻസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ലൈസൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും ആസൂത്രണം ചെയ്തിട്ടാണ് ഇപ്പം നാട്ടിലേക്ക് വന്നിരിക്കുന്നത് തന്നെ. ഉണ്ടോ, ഇന്ന് കുറച്ച് അച്ചാർ എടുക്കണേ മീന്ന് പറഞ്ഞ് സിയ വന്നത്. എൻ്റെ സിയായിക്കും എൻ്റെ ആച്ചിപ്പൊന്നിനും ഒക്കെ എൻ്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ ചപ്പാത്തിക്ക് വരെയും ഈ അച്ചാർ കോരി വെച്ച് കൊണ്ടുവച്ച് കഴിക്കും കേട്ടോ, അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ദാണ്ട മക്കൾക്കങ്ങ് ചോറ് ഉരുട്ടി കൊടുക്കാനായിട്ടൊരു കളി തകൃതിയായിട്ട് അവിടെ നടക്കുകയാണ് കേട്ടോ. വെണ്ടയ്ക്ക നിനക്ക് ഇഷ്ടമല്ലേ? ഇതേണ്ട സിയ ചോദിച്ചത് കൊണ്ടാ. സിയക്ക് ഇമ്മി ഇതേണ്ട ഇതങ്ങോട്ട് ഉരുളുന്നില്ല പന്നെ. ഏത് മോന് ഇത് വേണ്ടായോ? ഓക്കേടാ, എന്നാ സിയ എനിക്ക് അച്ചാർ ഇഷ്ടമല്ല, ഈ മീനും ഇഷ്ടമല്ല, എനിക്കിത് ആ പിന്നെ ഈ മീനും ഇതും മതി. കുളിച്ച് റെഡിയായി വന്നിരിക്കുക. തുണിയെല്ലാം ഒന്ന് തയ്ക്കാൻ, സ്കൂൾ യൂണിഫോമൊക്കെ. ഈ ശനിപ്പം ശനിപ്പം പിന്നെ പോകുന്നില്ലേ സിയപ്പന്നാ? കൊതു പഠിക്കുന്നില്ലേ? എന്ത് ചെയ്യാനാടാ, ഓടോമോസ് പരട്ടിയിട്ടും യാതൊരു രക്ഷയില്ലല്ലോ. ഒരു ഹായ് പറഞ്ഞേ സനിക്കുട്ടാ, ഹായ് പറ. സനിക്കുട്ടോ, എന്റെ സനിക്കുട്ടോ. ശാലുക്കുട്ടൻ മക്കളുമായിട്ടൊന്ന് തുണി തയ്ക്കുന്നിടത്ത് പോവാ. ആ നൈറ്റിയും കൂടെ, ആ നൈറ്റി ഒരു ഇച്ചിരി ഒന്ന് ഇറക്കം കുറയ്ക്കാൻ പറഞ്ഞുതരാം കേട്ടോ. വേണ്ട വേണ്ട, ഓ വെയിലാന്നല്ലോടീ. വേണ്ട പൊന്നുവനെ, അവര് പോയിട്ട് വരട്ടെ. ചൂടെടുക്കുവോ? എന്തിയേ, ഈ വെയിലത്തോട്ട് ഇറങ്ങിയാ നല്ല ഇതായിരിക്കും. എന്താ തന്നെ യെസ്. സനിക്കുട്ടൻ പോകുന്നില്ല, അവര് തുണി തയ്ക്കുന്നിടത്ത്. എന്റെ മോളെ ഭയങ്കര വെയില്. ഓ അരിഞ്ഞ വെയില്. ഉറുക്കി പിടിച്ചോ എന്റെ സുന്ദരൻ. അങ്ങോട്ട് കേറിയിരി, ആ പുറകിലത്തെ സാധനം പെടലിക്ക് വന്ന് വീണത്. അങ്ങനെ ചാനലുണ്ടോ? എന്തോ ചാനലിന്റെ പേര്? കമോൺ എവരിബഡി. അഫ്രിൻസ് വേൾഡോ? ആ പിന്നെ അല്ല. ശാലുമോളും മക്കളും വന്ന പിറ്റേ ദിവസം തന്നെ ഉമ്മച്ചായെ പോയി കണ്ടതാണ്. ഇപ്പൊ ഉമ്മച്ചാടെ അടുക്കലും അനിയത്തിമാരുടെ അടുക്കലും പോവാം. കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. എന്റെ ശുണ്ടടിയോ ഒരുക്കും, എന്റെ ശുണ്ടടിയോ. ശാലു, ഈ കട്ടൻ ചായ തണുത്ത് പോകും. ശാലു എടുത്ത് കുടിച്ചു. എനിക്ക് വേണ്ട, ഞാൻ കുടിച്ചു. എന്താ ചെയ്യാപ്പോ? ഇവിടെ പൊന്നു എവിടെ പോവാ? പൊന്നു ഉമ്മയുടെ സിസ്റ്ററിന്റെ വീട്ടില് പറയും. ഉമ്മയുടെ സിസ്റ്ററിന്റെ വീട്ടിൽ പോവാന്ന്.
മുടിയുടെ ചടക്ക് ചിയാപ്പൂ സുന്ദരി അവിടെ നോക്ക, ടേബിളിന്റെ പുറത്ത് നോക്ക്. സുബിയുടെ അനിയത്തിയുടെ വീട്ടിൽ പോവാ അവര്. ഉമ്മച്ചായൊക്കെ ഇന്നലെ പോയി കണ്ടു. പിന്നെ വീഡിയോ ഒന്നും എടുക്കത്തില്ല. എവിടെ പോവന്നെ? കുഞ്ഞുമ്മയുടെ വീട്ടില് അല്ലേ? ആ, അക്കുവിന്റെ ഒക്കെ വീട്ടിൽ പോണ്. അല്ല, അവിടെ വാപ്പാപ്പായും മക്കളും എന്താ കീറി കഴിഞ്ഞു. പാപ്പായും മോനും. എന്റെ സൂണോ തിറക്കട, ഗ്ലാസ് താക്കട. നേരത്തെ കയറി അങ്ങ് ഇരുന്നോ വണ്ടിയേല്? ഉമ്മച്ച 4ാമത്തെ സഹോദരൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മച്ചായേയും പോയി കാണണം. 2 അനിയത്തിമാരുടെ അടുക്കലും ആങ്ങളമാരുടെ അടുക്കലും എല്ലാം പോകണം. അപ്പോൾ ഉള്ള സമയം കൊണ്ട് പറ്റുന്നിടവൊക്കെ ഇന്ന് കയറി കഴിഞ്ഞ് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പോയിട്ട് വാ. എനിക്ക് ആ ചെമ്മീനൊന്ന് വറുക്കണം. അവർ പോയി നമ്മുടെ റുക്കൂന് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കച്ചെമ്മീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കട്ടെ. അവർ തിരികെ വന്നപ്പോഴേക്കും രാത്രിയായി. പക്ഷേ പപ്പായ്ക്ക് രാത്രി ചങ്ങനാശ്ശേരി വരെ പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നാൾ വന്നിട്ടുണ്ട് ശാലുവിനെ കൊണ്ടുപോകാൻ. അവർ എവിടെ പോവാ പൊന്നെ? എവിടെ പോവാടാ സാനിക്കുട്ടാ? ചങ്ങനാശ്ശേരി പോവാന്നോ? ഓ, നിങ്ങളുടെ വാപ്പിയുടെ ഉമ്മയുടെ അടുക്ക പോവാണോ? പോയിട്ട് എളുപ്പ. ഹായ്. ശാലു മോളും മക്കളും ദാണ്ടെ ചങ്ങനാശ്ശേരിക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അതെ, പോയിട്ട് വരാം. അതെ, 2 ദിവസം കഴിഞ്ഞ് വരും. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകണ്ടേ, അതുകൊണ്ട്. അതെ. അതെ, നിങ്ങൾ ലാസ്റ്റ് സ്കൂള് തുറപ്പിന്റെ തലേ ദിവസം അല്ലേടോ പോയി വന്നത്. പിന്നെ എങ്ങനെയാ, എന്തോ ധൃതിയായിരുന്നു എല്ലാം. എഴുന്നേറ്റോ? ആ, ഷനുപ്പോ സിയപ്പന്നെ ഉമ്മി മാപ്പയ്യോ ഒറ്റയ്ക്കോ എല്ലോടി. സാരമില്ല, പൊക്കോ, പോയി കണ്ടിട്ട് വാ. ആ, വാപ്പിയെ ഉമ്മിയൊക്കെ കണ്ട് അവിടെ പോയി സന്തോഷിച്ച്. ആ ആ ഓക്കെ. രാത്രി ആയി കഴിഞ്ഞാൽ പപ്പായ്ക്ക് ഡ്രൈവ് ചെയ്യുന്നതിൽ അല്പം ബുദ്ധിമുട്ടുണ്ട്. എതിരെ വരുന്ന ലൈറ്റിൻ്റെ വെട്ടത്തിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം നമുക്ക് അഖിലാണ് ഇവർ. അൻസർമോൻ നാട്ടിലില്ലാത്ത സമയത്തും വാപ്പിക്ക് കടയിൽ നിന്നും മോളെ കൊണ്ടുപോകാൻ വരാൻ പറ്റാത്ത സമയത്തൊക്കെ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ തന്നെയാണ് നമ്മുടെ അഖിൽ. അപ്പൊ നമ്മുടെ ശാലുമോളെ വിവാഹം കഴിച്ച വീട്ടിൽ ഒരു നാത്തൂമാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഉമ്മയ്ക്ക് മോൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമാണ്. കാരണം എന്നോട് പറയും, സജി ശാലുവിനൊന്ന് സംസാരിക്കാനും പറയാനും ഒരു നാത്തൂമാരില്ല, ഞാൻ കടയിലങ്ങ് പോകും, പിന്നെ ആരുമില്ല. അതുകൊണ്ട് ശാലു അവിടെ നിൽക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞങ്ങൾ 2 കൂട്ടർക്ക് നോ പ്രോബ്ലം. Yes, he's watching movie. Which movie is that? Patriot. എന്തുവാ? ഒരു സിനിമ. മോഹൻലാൽ ഉണ്ട്. അതൊക്കെ ഇന്നലെ കുറേ സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചു. കണ്ടില്ലേ? പറഞ്ഞിട്ട് യാത്ര. To your house എന്ന്. You're going to meet Papichi and Amma. Yes. Shanu is so happy. Oh, Shalu is so happy. Sanu. Bye. Sure. And also it's so Without paying any penny.
trunk. We put in the trunk and we are going there. We put it in the trunk. You know, trunk. നമ്മൾ പറയും ഡിക്കി. In English we will say trunk. ആ. കേൾക്കുന്നുണ്ടോ ഇത് വല്ലോ? അല്ല, we put it in the trunk. ഞാൻ പറയും നമ്മളൊക്കെ പറയും ഡിക്കി. It is the correct way to pronounce dicky in English. ആ അത് ശരി Trunk എന്ന് പറയും. ആണോ? You should pronounce that. What? Because my mother is cute, that's why I'm princess. Because my mother is cute, that's why I'm princess. Then you are king and Sanu is the prince. സനു ദേ സനുക്കുട്ടനെ പപ്പാച്ചി തിരക്കുന്നു. സനുപ്പാ Do you know, Papa, do you know, in afternoon we go to a shop and drink a big lemon juice. ആ, എന്തോ So big, so big. സനുക്കുട്ടനെ ദേ പപ്പാച്ചി തിരക്കുന്നു. And me and Umi shared one. Sanu didn't drink. He drank a little bit and he gave to us. Then Umi drink it all. Papa drink it all. Mama also drink it all. Mama, it was so big. My stomach was full. എന്റെ മദാമേ, I don't know. അയ്യോ എനിക്ക് വയ്യ. I think he's thinking. I'm excited to go there. Why? Because എന്താണ് പറയട്ടെ, നിങ്ങൾക്ക് അവിടെ പോയി കടയിൽ അതെ കടയിലെ നേരെ ഇപ്പൊ കടയിലോട്ടായിരിക്കും ഇറങ്ങുന്നത്. ആ, ഛ. അപ്പൊ വാപ്പ എന്തോ വാപ്പിയും വാപ്പിച്ചിയും അമ്മാനെയും കാണാനല്ല പോന്ന് ഷാർജ ഷേക്ക് കടയില്. She will come and we will go and hide. She could bend down, that's why we will hide in the dining table. അമ്മ ഒളിക്കെന്ന് പറയുമ്പോ പറയാം എനിക്ക് കുനിയാൻ പറ്റത്തില്ല. കുനിയാൻ പറ്റത്തില്ല. നിങ്ങൾ ഒളിക്ക് കണ്ടുപിടിക്കാം. After 2 days we will be back, huh? Because we have school here. If we didn't have school, They will stay there for long. ഷനുപ്പോ ഷനുപ്പന് ജിലേബി വേണോ? ഉമ്മി വേണേ തരാം. വേണോ? അതെ ആ ലഡു വരണത്. മോനെ ഒരു ലഡു എടുത്തു. ആ അല്ല ഒരു ലഡു എടുത്തില്ലേ? ഓ ആ ഉണ്ട്. ആ അതെ അതെ ആണോ? അഖില് വരുന്നോണ്ടോ? അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവിടാ. അതെ മോൻ വരുമല്ലോ, മോമ്മന്ന് കൊണ്ടുപോയിക്കോളുമല്ലോ. പപ്പാക്ക് വയ്യ. നമ്മൾ പുന്നപ്പുറ പോയിട്ടെ ഇച്ചിരി യാത്രയും കഴിഞ്ഞ് വന്നു. ഇനിയിപ്പോ രാത്രിയല്ലേ തിരിച്ച് പാടല്ലേ തിരിച്ച് ഇങ്ങോട്ട് വരുന്നത്. ഒന്ന് കേട്ടോ. ആ അഖില് ചായ കുടിച്ചു കഴിഞ്ഞു. ശരി അവിടെ വിളിക്കാം. മോനെ കൈ പോവോ എന്റെ പൊന്നിന്റെ? അങ്ങ് എന്നെ വിളിക്ക്. അഖിലെ സാധനമൊക്കെ എടുത്ത് വെച്ചോ മോനെ. ചങ്ങനാശ്ശേരി കണ്ടോ? ഹായ് ഗൈസ്, ഞങ്ങൾ ചങ്ങനാശ്ശേരി പോവാണ് ഗൈസ്. പോയിട്ട് വാ കേറിക്കോ. മോനങ്ങ് ഫ്രണ്ടിൽ കയറിക്കോ സാനിക്കുട്ടന്. ആ
ഇന്നലെ ശരി ശരി ഓക്കെ പെട്ടെന്ന് വരണേത്. ഓക്കെ ടാറ്റ. സനുപാ ടാറ്റ. ചക്കരമുത്തേ ടാറ്റ. നമുക്ക് പിന്നെ കാണാം. ആ കേട്ടോ ഗൈസ്, നമുക്ക് പിന്നെ കാണാം ഗൈസ്. പോയിട്ട് വാ അമ്മയും മോളും പോയിട്ട് വാ, മക്കളും പോയിട്ട് വാ. ശരി മോനെ, അങ്ങ് എന്നേച്ച് വിളിക്ക്. ഓക്കെ ബൈ. ടാറ്റ. അൻസർ മോൻ്റെ വാപ്പയ്ക്ക് ചങ്ങനാശ്ശേരി മാർക്കറ്റിനകത്ത് തന്നെ ഫ്രൂട്ട്സ് കടയും ബേക്കറി കടയും ഒക്കെയാണ്. അപ്പോൾ രാത്രി 1 മണി വരെ കാണും. അപ്പോൾ കട അടച്ചിട്ടിട്ട് വരാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അഖിൽ വന്നത്. അപ്പോൾ അവർ ചങ്ങനാശ്ശേരിക്കും പോയി. നമ്മുടെ വീഡിയോയും ഇവിടെ തിരികെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.